രാജാവിലെ വില്ലനായും ഡ്രാക്കുളയായും പ്രേക്ഷകരുടെ ഇഷ്ടതാരമായി മാറിയ സുധീർ സുകുമാരൻ. ഓരോ കാരണങ്ങളിൽ ഇടയ്ക്കിടയ്ക്ക് സോഷ്യൽ മീഡിയയിൽ വൈറലാകാറുമുണ്ട് സുധീർ. ക്യാൻസറിനെ അതിജീവിച്ചുവെന്ന് താരം അടുത്തിടെ പറഞ്ഞൊരു സ്റ്റേറ്റ്മെന്റ് ആയിരുന്നു സോഷ്യൽ മീഡിയയിൽ കത്തിനിന്നത്. അൽഫാം എന്നാൽ വികാരം എന്നാണ് മലയാളി യുവത്വങ്ങളുടെ പൊതുവെയുള്ള സംസാരങ്ങൾ. അതേ സമയത്താണ് സുധീർ പറയുന്നത് തനിക്ക് ക്യാൻസർ വരാനുള്ള കാരണം അൽഫാമാണെന്ന് സംശയമുണ്ടെന്ന്. വിഷയം ചൂടുപിടിക്കാതിരിക്കുമോ? തന്റെ രോഗത്തിനുള്ള കാരണം എന്താണെന്ന് ഒരുപാട് ആലോചിച്ചെന്നും ഒടുവിൽ അൽഫാമിൽ എത്തി നിൽക്കുകയായിരുന്നു. അൽഫാമിന്റെ കരിഞ്ഞ ഭാഗം തനിക്ക് ഏറെ ഇഷ്ടമായിരുന്നുവെന്ന് സുധീർ പറയുന്നു. അത് ഒരുപാട് കഴിച്ചിരുന്നു, ഒപ്പം പച്ചക്കറികൾ കഴിച്ചിരുന്നില്ല. ഇതാവാം രോഗത്തിലേക്ക് നയിച്ചതെന്നാണ് സംശയിക്കുന്നത്. റെഡ് മീറ്റ് ഏറെക്കുറെ ഒഴിവാക്കി. അൽഫാം പോലെയുള്ള ആഹാരം കഴിക്കുന്നതിനൊപ്പം പച്ചക്കറികൾ കൂടി കഴിക്കാൻ യുവാക്കൾ ശ്രദ്ധിക്കണമെന്നായിരുന്നു സുധീറിന്റെ പരാമർശം. സോഷ്യൽ മീഡിയയ്ക്കൊപ്പം ആരോഗ്യ വിദഗ്ധരും വിഷയം ഏറ്റെടുത്തിരുന്നു. സാധ്യതകളും സാധ്യതയില്ലായ്മയും അടക്കം വിഷയത്തിൽ ഏറെ തലപുകഞ്ഞിരുന്നു. എന്നാൽ അൽഫാം മാത്രം ക്യാൻസറിന് കാരണമാകാമെന്ന ആശങ്കയ്ക്ക് അടിസ്ഥാനമില്ലെന്നാണ് ആരോഗ്യ വിദഗ്ധർ ചൂണ്ടിക്കാണിക്കുന്നത്. ഗ്രിൽഡ് മീറ്റ് കഴിച്ചു കഴിഞ്ഞാൽ കെമിക്കലുകൾ കൂടുതൽ ഉണ്ടാകുമെന്നത് ശരിയാണ്. എന്നാൽ ഈ കെമിക്കലുകൾ ക്യാൻസറിന് കാരണമാകുമോ എന്ന് കണ്ടെത്തിയിട്ടില്ലെന്നാണ് പ്രമുഖ ഗ്യാസ്ട്രോ എൻട്രോളജിസ്റ്റായ ഡോക്ടർ രാജീവ് ജയദേവൻ വ്യക്തമാക്കുന്നത്. അൽഫാം ക്യാൻസറിന് കാരണമാകാമെന്ന ആശങ്കയ്ക്ക് അടിസ്ഥാനമില്ല. അൽഫാം ഗ്രിൽഡ് മീറ്റാണ്. ഗ്രിൽഡ് മീറ്റുകൾ നൂറ്റാണ്ടുകളായി മനുഷ്യൻ കഴിച്ചു വരുന്നുണ്ട്. തന്തൂരി ചിക്കൻ പോലും ഒരുതരം ഗ്രിൽഡ് മീറ്റാണ്. ഗ്രിൽഡ് മീറ്റ് കരിച്ചു കഴിഞ്ഞാൽ കെമിക്കലുകൾ കൂടുതൽ ഉണ്ടാകുമെന്നത് ശരിയാണ്. ഈ കെമിക്കലുകൾ ക്യാൻസറിന് കാരണമാകുമോ എന്ന് കണ്ടെത്തിയിട്ടില്ല. അമിതമായി ഇത്തരം കാര്യങ്ങൾ ഒഴിവാക്കുക. അമിതമായി ഇറച്ചി കഴിക്കുന്നവർ ചിലപ്പോൾ മദ്യപിക്കാം, പുകവലിക്കാം. ജീവിത രീതിയിൽ തന്നെ പല മാറ്റങ്ങളും ഉണ്ടാകാം. അതുകൊണ്ട് അവർക്ക് ക്യാൻസർ സാധ്യതകൾ ഉണ്ടാകാം. എന്നാൽ വെജിറ്റേറിയൻ ആണെന്ന് കരുതി ക്യാൻസർ വരില്ലെന്നും പറയാനാകില്ലെന്നാണ് ആരോഗ്യ വിദഗ്ധർ ചൂണ്ടിക്കാണിക്കുന്ന വസ്തുതകൾ. 2021 സുധീറിന് മലാശയ ക്യാൻസർ സ്ഥിരീകരിക്കുന്നത്. തെലുങ്ക് സിനിമയുടെ ഷൂട്ടിങ്ങിനിടെ മാരകമായ രക്തസ്രാവം ഉണ്ടാവുകയായിരുന്നു. മുൻപും രക്തസ്രാവം ഉണ്ടായിരുന്നതിനാൽ പൈൽസ് ആണെന്ന് കരുതി അവഗണിച്ചു. ഇതിന് പിന്നാലെയാണ് ക്യാൻസർ സ്ഥിരീകരിക്കുന്നത്. തുടർന്ന് അടിയന്തര ശസ്ത്രക്രിയയ്ക്ക് വിധേയനാക്കുകയായിരുന്നു. സുധീർ അദ്ദേഹത്തിന്റെ ആശങ്കയാണ് പങ്കുവച്ചത്. ഒരു പ്രത്യേക ജീവിത രീതി പിന്തുടർന്നതുകൊണ്ടോ ഒരേ ഭക്ഷണം കഴിച്ചതുകൊണ്ടോ ക്യാൻസർ വരില്ല. ക്യാൻസർ ആർക്കും പിടിപെടാവുന്ന രോഗമാണെന്നതാണ് ആരോഗ്യ വിദഗ്ധരടക്കം വ്യക്തമാക്കുന്നത്.